നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്നാണ് കേരള സ്റ്റോറി എന്നുള്ള സിനിമ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും മറ്റുമൊക്കെ. എന്താണ് കേരള സ്റ്റോറി, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾക്ക് ഏവർക്കും അറിയാം. എന്ന് വെച്ചാൽ കേരള സ്റ്റോറി 1ന്റെ കഥ നമ്മളെല്ലാവരും കേട്ടതും അറിഞ്ഞതും ഒക്കെ തന്നെയാണ്. തീർച്ചയായും അതൊരു മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പ് വളർത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. കേരള സ്റ്റോറി 1 എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവാം. എന്നാലും സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് അതിനെ അനുകൂലിക്കാൻ ഒരിക്കലും കഴിയില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഈ അടുത്ത് നടന്നൊരു സംഭവം ഞാൻ പറയാം. ഒറ്റപ്പാലം ടൗണിലേക്ക് തീ പിടിച്ചു വന്നു കയറിയ ബസിന്റെ വീഡിയോ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകും, ന്യൂസിലും മറ്റുമൊക്കെ. ബസിന്റെ അടിയിൽ തീ പടർന്നത് ഡ്രൈവറോ മറ്റുള്ളവരോ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നാലെ വന്നൊരു ബൈക്കുകാരൻ എതിരെ കൊണ്ട് വണ്ടി നിർത്തി ഓടി വന്ന് ബഹളം വയ്ക്കുന്നു. ആ വിളി കേട്ട് ആ പരിസരം മൊത്തം ഇളകി മറിഞ്ഞു. ഓടി വന്നൊരു ഡെലിവറി ബോയ് ബസിന്റെ വാതിൽ തകർത്ത് ആളുകളെ ഇറക്കാൻ ശ്രമിക്കുന്നു. തീ കണ്ട് അടുത്തുണ്ടായിരുന്ന ഓട്ടോ ചേട്ടൻ തന്റെ വണ്ടിയിൽ നിന്നും ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുന്നു. ചുമട്ട് തൊഴിലാളി ചേട്ടന്മാരും വന്നവരും എല്ലാവരും ചേർന്ന് വാതിൽ തുറന്ന് ആളുകളെ വേഗം പുറത്തേക്ക് ഇറക്കുന്നു. പരിസരത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെയുള്ള എക്സ്റ്റിംഗ്വിഷറുകളിൽ എല്ലാം എടുത്തുകൊണ്ടുവന്ന് തീ അണയ്ക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സമയോചിതമായ ഇടപെടൽ കൊണ്ട് എല്ലാവരും ചേർന്ന് തീ കെടുത്തി ആളുകളെ മൊത്തം രക്ഷിച്ചു. നെഞ്ചിടിപ്പോടെ ആ വീഡിയോ മൊത്തം കണ്ടിട്ട് ഒടുവിൽ സത്യം പറഞ്ഞാൽ ദേഹം പൊരുത്തുപോയി ആ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ഓർത്ത്. എത്ര നല്ല മനുഷ്യരാണവർ. ആപത്ത് വന്നപ്പോൾ ആരെങ്കിലും മതവും രാഷ്ട്രീയവും നോക്കി മാറി നിന്നോ? ഇല്ല. അതാണ് നമ്മുടെ നാട്. ഇവിടെ മതം മാത്രം തിന്ന് ജീവിക്കുന്ന കുറെ പരമ പുഴുക്കളുണ്ട്. അത് ശരി തന്നെയാണ്. എന്നാലും ഇതൊക്കെയാണ് കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്ന, മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പുളവാക്കുന്ന സിനിമകൾ ഇറക്കി കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ, മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ഭരണകർത്താക്കൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന് നമ്മളെല്ലാവരും എന്താണ് പറയേണ്ടത്? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുകയാണ് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യക്കാരുടെ മുമ്പിൽ. എന്തായാലും നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കേരള സ്റ്റോറി 2ലെ ഈ വാചകം നിങ്ങൾ ഒന്ന് വായിക്കുക തന്നെ വേണം. ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് ദർ നെക്സ്റ്റ് ടാർഗറ്റ്. ഇങ്ങനെ ഒരു വാചകം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ പരാജയത്തിലേക്ക് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ഇത് നിങ്ങളുടെ പരാജയം തന്നെയാണ്. പെഹൽഗാമും പത്താൻകോട്ടും തുടങ്ങി നിരവധി നിരപരാധികളെ ബലി കൊടുത്തതും നിങ്ങൾ തന്നെയാണ്. രാജ്യം ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടതും നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ തന്നെയാണ്. 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും അതിനു മുൻപും ഹിന്ദു അപകടത്തിലായിരുന്നില്ല. ഹിന്ദുവും ഈ രാജ്യവും അപകടത്തിലായത് 2014 മുതലാണ് എന്ന് അസന്നിഗ്ധമായി പറയേണ്ടി വരും. ഏത് വേഷം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നത് 2014 മുൻപ് ഓരോ പൗരന്റെയും തീരുമാനമായിരുന്നു. എന്നാൽ താങ്കൾ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ജനങ്ങളുടെ തീൻമേശയിൽ എന്ത് വേണം എന്ന് പോലും തീരുമാനിക്കപ്പെട്ടു. ഉരുളക്കിഴങ്ങും സവാളയും പരിപ്പും പാലും ചപ്പാത്തിയും പനീറും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന നോർത്ത് ഇന്ത്യൻ ജനങ്ങളെ നിങ്ങൾ ചാണകം തീറ്റിക്കുകയും ഗോമൂത്രം കുടിപ്പിക്കുകയും ചെയ്തില്ലേ? ചെയ്തു. ഭക്തിയുടെ പേരിൽ ജനങ്ങളെ അടിമകളാക്കി. ഇപ്പോൾ ഒരു പ്രൊപ്പഗണ്ട സിനിമ ഇറക്കി ദൈവത്തിന്റെ സ്വന്തം നാടിന് മേൽ
കരിനീരിൽ വീഴ്ത്താൻ ശ്രമം നടത്തിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊന്നും തെറ്റി. ഇത് കേരളമാണ്. ഇവിടെ നിങ്ങൾ എത്ര വിഷം ചീറ്റിയാലും പണം വിടർത്തി ആടിയാലും പൊറോട്ടയും ബീഫും കണ്ടാൽ ഏത് സംഖ്യയുടെയും വായിൽ വെള്ളമൂറും. എന്തായാലും രാജി സാറ്, ഇതാണ് കേരളം. ഇവിടെ ഞങ്ങൾ ബീഫ് ഉലത്തും കറി വയ്ക്കും, നന്നായിട്ട് ചാപ്പിടുകയും ചെയ്യും. മതവും രാഷ്ട്രീയവും വിശ്വാസവും ഒക്കെ തലച്ചോറിലേക്ക് കുത്തിവെച്ച് പരസ്പരം സ്നേഹത്തിൽ കഴിയുന്ന മനുഷ്യരെ തമ്മിൽ തെറ്റിക്കേണ്ടത് ചെകുത്താന്റെ മനസ്സുള്ള കുറെ പേരുടെ ആവശ്യമാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ മനുഷ്യർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാവണം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മതവും വിശ്വാസങ്ങളുമൊക്കെ. ഇതിൻ്റെയൊക്കെ പേരിൽ അപരമതത്തിലുള്ളവർ മൊത്തം നമ്മുടെ ശത്രുക്കളാണ്. അവരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് നമ്മുടേത് മാത്രമായ രാജ്യം ഉണ്ടാവണം എന്ന കൊടും വിഷം പല രീതിയിൽ ചിന്താശേഷിയില്ലാത്ത മനുഷ്യരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നു. അവരെ ആയുധങ്ങളാക്കി മതം പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. ഇല്ലാത്ത സ്വർഗത്തിന്റെ പേരും പറഞ്ഞ് ഇവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു അടിമകളെ പോലെയാക്കി അവരുടെ ഉദ്ദേശം നടപ്പിലാക്കും. അങ്ങനെയാണ് സമാധാനത്തോടെ മനുഷ്യൻ കഴിയുന്ന ഓരോ നാടും കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് നശിപ്പിക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കണോ? മതവും വിശ്വാസവും രാഷ്ട്രീയവും ഒക്കെ ഏതായാലും അതിനൊക്കെ മുകളിലാണ് മാനവികതയും പരസ്പര സ്നേഹവും എന്നും എല്ലാവരുടെയും ചോരയ്ക്ക് നിറം ചുവപ്പാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലർ മൃഗങ്ങളെ പോലെ പെരുമാറരുത് എന്നും ഉറപ്പിക്കാൻ കഴിയുന്ന ഓരോരുത്തരും ഇതിനെതിരെ സ്വയം പ്രതിരോധം ഉയർത്താൻ ഇനിയും വൈകിയാൽ ഈ നാട് യവന്മാരെല്ലാം ചേർന്ന് കുട്ടിച്ചോറാക്കും. അതിന് നമ്മൾ അനുവദിക്കരുത്. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഈ നാടിന്റെ സമാധാനത്തെ നശിപ്പിക്കാൻ വരുന്ന നായ്ക്കളെ ഒറ്റപ്പെടുത്തണം. അവന്റെയൊക്കെ രാജ്യമാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പേരില്ല ഈ മണ്ണിനൊരു സത്യമുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. അതില്ലാതാക്കാൻ ആര് വിഷം കലക്കാൻ വന്നാലും ഒന്നിച്ചു നിന്ന് നേരിടാൻ ഇവിടെ ഇതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും. ഈ നാട് നശിക്കുന്നത് നമ്മളത് പിന്നെ വിട്ടുകൊടുക്കരുത്. ഈ നാട് നശിക്കരുത്. കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് ലോകം അറിയപ്പെടുന്നത്. ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിഷം ചേർക്കാൻ ഒരു സിനിമയും ഇവിടെ അനുവദിക്കരുത്. സിനിമയിൽ സത്യമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കലാരൂപം മാത്രമാണ്. അതവർ അവതരിപ്പിച്ചോട്ടെ. ആ സിനിമയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മതത്തെയും മനുഷ്യരെയും തമ്മിൽ തെറ്റിക്കാതിരിക്കുക. സിനിമയുടെ രീതിയിൽ കാണുക. ഭരണകൂടങ്ങളെല്ലാം അതിന് അനുകൂലമായാലും നമ്മൾ മനുഷ്യരാണ്. പരസ്പരം കലഹിച്ചും വിദ്വേഷം പുലർത്തിയും ജീവിക്കേണ്ടവരല്ല നമ്മളെല്ലാവരും സാഹോദര്യത്തോടു കൂടി കേരള ജനതയാണ്. കേരള ജനതയ്ക്ക് ഒരു അഭിമാനമുണ്ട്. നാടിന്റെ മുന്നിൽ എല്ലാ നാടുകളും കേരളത്തെ നോക്കിയാണ് അവരുടെ ശീലങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോലും കേരളം എന്ന് കേട്ടാൽ അവർക്ക് അഭിമാനമാണ്. ഇത്രയും നല്ല മനുഷ്യർ കേരളത്തിലുണ്ടോ? ഇത്രയും നല്ലൊരു സംസ്കാരം കേരളത്തിലുണ്ടോ? കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് സംശയിക്കുന്നവരും പുറം രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ സാഹോദര്യത്തെ നമ്മൾ ഒരു സിനിമയ്ക്കും വിട്ടുകൊടുക്കരുത്. അപ്പോൾ ജയ് ഹിന്ദ്.